ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ശനിയാഴ്ച വീക്കെൻഡാണ്, മാർക്കറ്റ് അവധി. കൂടുതൽ റിസർച്ച് വീഡിയോസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതേസമയം IPO ലൈവാണ് മാർക്കറ്റിൽ. നമ്മൾ IPO റിവ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു IPO റിവ്യൂ വീഡിയോ തന്നെയാണ് ഈ വീക്കെൻഡിൽ. ഇൻ്റർനാഷണൽ ജിമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ IPO വന്നിരിക്കുന്നു. അല്പം വലിയൊരു IPO തന്നെയാണ്. 4225 കോടി രൂപയുടെ IPO ആണ്. ഈ IPO റിവ്യൂ ആണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ജംസ്റ്റോൺ സർട്ടിഫിക്കേഷൻ കമ്പനിയാണ്. ഈ ഡയമണ്ടുകളൊക്കെ സർട്ടിഫൈ ചെയ്ത് അതിൻ്റെ ജെന്യൂനിറ്റി സർട്ടിഫൈ ചെയ്യുന്ന കമ്പനിയാണിത്. ഇവരുടെ ലോകത്തിലെ രണ്ടാമത്തെ സർട്ടിഫിക്കേഷൻ കമ്പനിയാണ് ഇവർ. ഡയമണ്ട്സ് ഇപ്പോൾ മൈൻ ചെയ്ത ഡയമണ്ട് ആയാലും അല്ലെങ്കിൽ ലാബ് ഗ്രോൺ ഡയമണ്ട് ആയാലും ഏതായാലും അതിനെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. രണ്ടാമത്തെ ലോകത്തിലെ കമ്പനിയാണിത്. ഏകദേശം 33% ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ്. കാരണം ലോകം മുഴുവൻ ഇപ്പം ഡയമണ്ട്സും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഇതുപോലുള്ള ഏജൻസികളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ഇവർ ആഗോളതലത്തിൽ ഇവരുടെ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ജെന്യൂനിറ്റി, ഇവരുടെ ഒരു ഗുഡ് വിൽ അവരുണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. ഇവർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണ് എന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ ആ ഒരു ഗുഡ് വിൽ നേടിയെടുത്തു എന്നുള്ളതാണ് ഈ ഒരു കമ്പനി. ഈ ഒരു ഇൻഡസ്ട്രിയിലും ഈ ഒരു രംഗത്തും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവരുടെ ഏറ്റവും മറ്റൊരു പ്ലെയറായിട്ടുള്ളത് ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക, GIA ആണ്. അവർ കഴിഞ്ഞാലാണ് ഇവർ രണ്ടാമത്തെ ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് മാറിയിരിക്കുന്നത്. ഒരു ലിസ്റ്റഡ് സ്പേസിൽ വരുന്ന ആദ്യത്തെ കമ്പനി ആയിരിക്കും ഈ പറയുന്ന IGI എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ലോകത്തിൽ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഒരു ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഈ സർട്ടിഫൈ ചെയ്യുന്ന ഡയമണ്ട് സർട്ടിഫൈ ചെയ്തൊരു കമ്പനിയായിട്ട് ഈ കമ്പനി മാറും ഈ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം. അപ്പോൾ 4225 കോടി രൂപയുടെ IPOയിൽ 1475 കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ്. ഇതിൽ 1300 കോടി രൂപ ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് ഇവരുടെ IGI ബെൽജിയം, ഇവരുടെ തന്നെ ബെൽജിയം സ്പേസിൽ ബെൽജിയം സബ്സിഡിയറിയിൽ ഇവർക്ക് നെതർലാൻഡ്സിൽ ഒരു പ്രൊമോട്ടേഴ്സ് അവർ വിൽക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവർ ഉപയോഗിക്കാൻ പോകുന്നത്. 2750 കോടി രൂപ ഓഫർ ഫോർ സെയിൽസ് ആണ്. പ്രൊമോട്ടറായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ അവരുടെ സ്റ്റേക്ക് 100% നിന്നും 77% കുറക്കുന്നുണ്ട്. അപ്പോൾ അവർ ഏകദേശം ഒരു 5 ഇരട്ടി റിട്ടേൺ വെറും 20 മാസത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണിത്. അത്രയും പെട്ടെന്ന് ആദ്യമായിട്ടാണ് ബ്ലാക്ക് സ്റ്റോൺ ഇത്രയും ചെറിയ ഒരു സമയത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇത്രയും വലിയൊരു 5x റിട്ടേൺ വരുന്നത്. പ്രൈസ് ബാൻഡ് 397 417 രൂപയ്ക്ക് ഇടയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 18,021 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ കമ്പനിക്ക് 23.5% ഡയലൂഷനാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. 10% മാത്രമേ റീറ്റെയിലേഴ്സിന് വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇവരുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് നോക്കുമ്പോൾ നെറ്റ്വർത്തിൻ്റെ 50% എബോ ആണ്. അതുകൊണ്ട് തന്നെ 10% മാത്രമേ റീറ്റെയിലേഴ്സിന് കൊടുത്തിട്ടുള്ളൂ. 13 ഡിസംബർ മുതൽ 17 ഡിസംബർ 2024 വരെയാണ് ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. അതിനുശേഷം 20 ഡിസംബർ 2024 ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ കമ്പനിയിൽ ഇപ്പോഴത്തെ ഈയിടെയായിട്ട് വാർത്തകൾ വരാൻ കാരണമായിട്ടുള്ളത് അയോധ്യയിലെ രാം മന്ദിറിൻ്റെ എല്ലാ ജ്വൽസും ജെംസ്റ്റോണൊക്കെ ഇവരാണ് സർട്ടിഫൈ ചെയ്തത്. അങ്ങനെയാണ് ഇവരെ പറ്റി ഞാൻ ആദ്യമായിട്ട് ന്യൂസ് പേപ്പറിൽ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്പനിയാണ് ഇപ്പോൾ IPO ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോകാം. ഒരു വെറൈറ്റി ബിസിനസ് മോഡലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടാകും നിങ്ങൾക്കും. അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഈ ചാനൽ നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തെന്ന് വിചാരിക്കട്ടെ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി മാത്രം നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബ്ലാക്ക് സ്റ്റോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ 3.9 ഇരട്ടി റിട്ടേൺ ആണ്. 4679 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് 3.9 ഇരട്ടി റിട്ടേൺ ആണ് വെറും 20 മാസം കൊണ്ട് കൃത്യമായിട്ട് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അവരെ സംബന്ധിച്ചിട്ട് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഏകദേശം 160% ഇവർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ ഇന്ത്യയിൽ നിന്നും IPO വഴി ഏൺ ചെയ്തത് എനിക്ക് തോന്നുന്നു ഇവരായിരിക്കാം. അതായത് ബ്ലാക്ക് സ്റ്റോണിനെ സംബന്ധിച്ചിട്ട്
ഈ IGIയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു യഥാർത്ഥത്തിലൊരു ഡയമണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരുന്നു. കാരണം അത്രമാത്രം ജനറേഷൻ റിട്ടേൺ വെറും 20 മാസം കൊണ്ട് അവർ നേടിയെടുത്തു എന്നുള്ളതാണ്. ഇനി ഈ പൈസ ഫ്രഷ് ഇഷ്യൂവിൽ നിന്ന് വരുന്ന പൈസ 1324 കോടി രൂപ ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് IGI നെതർലാൻഡ്സും IGM ബെൽജിയം ഈ 2 സബ്സിഡിയറിയിൽ ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ സ്റ്റേക്ക് സെയിൽ നടത്തുകയാണ്. ആ ഒരു സ്റ്റേക്ക് സെയിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ബ്ലാക്ക് റോക്സ് ഇവർ 1446 കോടി രൂപയ്ക്ക് 2023 മെയ്യിൽ വാങ്ങിയ ഈ ഒരു പോർഷനാണ് ഇപ്പോൾ വിൽക്കാൻ പോകുന്നത്. IGI ബെൽജിയം ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. അതേസമയം IGI നെതർലാൻഡിൻ്റെ നെറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ 11%. ഇന്ത്യയിലെ IGIയുടെ നെറ്റ് മാർജിൻ 55%. അതിനേക്കാൾ എത്രയോ കുറവ് നെറ്റ് മാർജിനുള്ള ഒരു കമ്പനിയാണ് ഈ IGI നെതർലാൻഡ്. വെറും 11% മാത്രമേ ഉള്ളൂ. ഇതൊരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനാണ്. അതായത് IGIയുടെ തന്നെ നെതർലാൻഡ് ബ്രാഞ്ച്, IGIയുടെ ബെൽജിയം ബ്രാഞ്ച്, ഇന്ത്യ, ഇത് 3 തമ്മിലുള്ള ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനാണ്. ഇന്ത്യയിൽ നിന്നും പണം IPO വഴി സ്വരൂപിക്കുന്നു. ആ പണം കൊണ്ട് ഇവരുടെ തന്നെ കമ്പനിയുടെ സ്റ്റേക്ക് വാങ്ങാൻ വേണ്ടി, അതും അവരുടെ നിന്ന് വിട്ടുപോകുന്ന ബ്ലാക്ക് റോക്ക് വിറ്റുപോകുന്ന ആ ഒരു സ്റ്റേക്ക് വാങ്ങാൻ വേണ്ടി ഈ IPOയിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനാണ്. ഒരു ഷെയർ സ്വാപ്പ് വഴിയോ അങ്ങനെ എന്തെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഈ IPO വഴി വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രഷ് ഇഷ്യൂ പ്രൊസീഡ്സ്, അതുപോലെ തന്നെ ഈ ഒരു പൈസ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഈ 2 കമ്പനികളെ വാങ്ങാനാണ്. ഈ 2 കമ്പനികളിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ലോസ് മേക്കിംഗ് ആണ്, ഒന്ന് അവർ 11% നെറ്റ് മാർജിനേ ഉള്ളൂ. പക്ഷേ ഇവിടെ 52% നെറ്റ് മാർജിൻ കിട്ടുന്ന ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ആ പണം കൊണ്ടുപോയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽക്കാൾ എത്രയോ കുറവ് നെറ്റ് മാർജിൻ കിട്ടുന്ന ഒരു കമ്പനിയിൽ കൊണ്ടിടാനാണ് ഈ പൈസ പോകുന്നത്. ഒന്നുകിൽ ബ്ലാക്ക് സ്റ്റോൺ അവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. ആ എക്സിറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് സ്റ്റോണിന് കൊടുക്കേണ്ട പണം നമ്മുടെ IPO വഴി സ്വരൂപിച്ചിട്ട് കൊടുക്കുന്നത് പോലെ. IPO ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അപ്പോൾ മണ്ടന്മാരായി പോകുന്നവരാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ പണം കൊടുക്കുന്ന പണം കമ്പനിയിലോ എത്തുന്നില്ല, പക്ഷേ ആ കമ്പനി കൊണ്ടുപോയിട്ട് വേറൊരു കമ്പനിയുടെ സ്റ്റേക്ക് വാങ്ങാൻ ഉപയോഗിക്കുന്നു. ആ കമ്പനി ഈ പറയുന്ന നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയേക്കാൾ എത്രയോ കുറവ് മാർജിൻ നേടുന്ന ഒരു കമ്പനിയായിട്ടാണ് തോന്നുന്നത്. സോ എന്തിനാണ് പ്രൊമോട്ടർ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഇവിടുന്ന് ക്യാഷ് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് ഔട്ട്ഫ്ലോ ചെയ്യുന്നതെന്ന് 2-3 പ്രാവശ്യം ഈ IPO റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ചിന്തിച്ചു. ഇനി ഇവർ സർട്ടിഫൈ ചെയ്യുന്ന ഡയമണ്ടിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലാബ് ഗ്രോൺ ഡയമണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രൈസ് ഏകദേശം 37% കുറവാണ് 2000-നും 2023-നും ഇടയിൽ സംഭവിച്ചത്. ഇത് ആലോചിക്കണം, 2016-നും 2020-നും ഇടയ്ക്ക് ഈ പറയുന്ന ലാബ് ഗ്രോൺ ഡയമണ്ട്, നാച്ചുറൽ ഡയമണ്ട് അല്ല, മാൻമെയ്ഡ് ലാബ് ഗ്രോൺ ഡയമണ്ടിൻ്റെ വില 65% കുറവ് 2016-നും 20-നും ഇടയിൽ നടന്നു. അതിനുശേഷം 20-ന് ശേഷം 23 വരെ വീണ്ടും 37% കുറഞ്ഞു. അതായത് ഒരു പൊട്ടൻഷ്യൽ സപ്ലൈ ഈ ഒരു രംഗത്ത് അൺലിമിറ്റഡ് ആണെങ്കിലും ഈ ഒരു ഫർദർ ഡിക്ലൈൻ നമുക്ക് ഇനിയും പറഞ്ഞുകൂടാ. ഇനി ഏതെങ്കിലും തരത്തിൽ ഡയമണ്ടുകൾ വരികയാണെങ്കിൽ ഈ ലാബ് ഗ്രോൺ ഡയമണ്ടിൻ്റെ വിലയിൽ ഇനിയും കുറയോ നമുക്ക് അറിയില്ല. ഫ്യൂച്ചർ ഓഫ് ഡയമണ്ട് ഇൻഡസ്ട്രി എനിക്ക് അത്ര വലിയ ഒരു ഭയങ്കര അൺസർട്ടൺ ആണ്, ഹൈലി അൺസർട്ടൺ ആണ്. കാരണം പ്രത്യേകിച്ചും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് ആർക്കറിയാം, നമുക്കൊരു ചെറിയൊരു മെഷീൻ വന്നിട്ട് ലാബ് സ്റ്റോറിൽ തന്നെ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവരുടെ സർട്ടിഫിക്കേഷൻ ആവശ്യമില്ലാതെ വരാം. അതുപോലെ തന്നെ കുറച്ച് ഈ ടൈറ്റനെ പോലുള്ള ഒരു പ്രസ്താവനയൊക്കെ വന്നിരുന്നു. ടൈറ്റൻ്റെ ഭാഗത്തൊരു സംഭവം വന്നിരുന്നു. അവരവരുടെ ജ്വല്ലറി ഷോറൂമുകളിൽ തന്നെ, ഡയമണ്ട് ഷോറൂമുകളിൽ തന്നെ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ മെഷീൻ വഴി നമുക്കറിയാൻ പറ്റും ഇത് ടു ഐഡൻറ്റിഫൈ എന്താ പറയണ്ടേ, ലാബ് ഗ്രോൺ ഡയമണ്ട്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മെഷീൻസൊക്കെ വരുന്ന സമയത്ത്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന സർട്ടിഫിക്കേഷൻ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഇവരുടെ ഒരു ഇൻഡസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്താ പറയേണ്ടത്, നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ട് നമുക്ക് മനുഷ്യന് നിർമ്മിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഡയമണ്ട്. ഡയമണ്ടൊക്കെ നമുക്ക് നാച്ചുറലി കിട്ടുന്നതായിരുന്നു. എത്രയോ വർഷങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതായിരുന്നു, അത് കിടന്ന സാധനങ്ങളാണെന്ന് കുഴിച്ചെടുത്തിട്ടുണ്ടത്. പക്ഷേ ഇതിപ്പോൾ മാൻമെയ്ഡ് ലാബ് ഗ്രോൺസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അത് സാധ്യമായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എന്തൊക്കെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി ഈ ഒരു രംഗത്തുണ്ട് ഹൈലി. ഇനി ഇവരുടെ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് ബേസിൽ ഇവരുടെ IGI നെതർലാൻഡ്സിനെയും ബെൽജിയത്തിലൊക്കെ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2023 ഫിനാൻഷ്യൽ ഇയറിൽ, കലണ്ടർ ഇയറിൽ 898 കോടി രൂപയുടെ റവന്യൂ ആണ് ഉണ്ടാക്കിയത്. നെറ്റ് മാർജിൻ 37%. പിന്നെ സർട്ടിഫിക്കേഷൻ പ്രൈസിങ്, ഇവരുടെ ഫീസ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ പ്രൈസിങ് കഴിഞ്ഞ 4 വർഷമായിട്ട് കൂടിയിട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല. അതിന് IGIയുടെ ഗ്രോത്ത് കാണിക്കുന്നത്, വോളിയം ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. കാരണം ലാബ് ഗ്രോൺ ഡിമാൻഡ്സ്, ഇവരുടെ ലാബ് ഗ്രോൺ ഡയമണ്ട്സ് ആണ് ഇവർ ഏറ്റവും കൂടുതൽ സർട്ടിഫൈ ചെയ്തത്. ഇവരുടെ റവന്യൂയുടെ 59% റവന്യൂ വരുന്നത് ആ ഒരു സർട്ടിഫിക്കേഷൻ വഴിയാണ്.
നാച്ചുറൽ ഡയമണ്ടിൻ്റെ സപ്ലൈയും അവരുടെ സർട്ടിഫിക്കേഷനൊക്കെ ഫ്ലാറ്റായിട്ടാണ്. വലിയ രീതിയിലും വലിയ മുന്നേറ്റമൊന്നും ഈ കമ്പനി കാണിച്ചിട്ടില്ല. കഴിഞ്ഞ 9 മാസം കൊണ്ട് അല്ലെങ്കിൽ 9 മാസത്തെ റവന്യൂ നോക്കുകയാണെങ്കിൽ 788 കോടി രൂപയാണ്. 40% നെറ്റ് മാർജിനാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് മുകളിൽ ഏകദേശം 8 രൂപയാണ് ഇവരുടെ APS വരുന്നത് കഴിഞ്ഞ 9 മാസം കൊണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 സാമ്പത്തിക വർഷത്തിൽ 8 രൂപ 30 പൈസയായിരുന്നു ഒരു വർഷം കൊണ്ട് കമ്പനി EPS ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്. അതിപ്പോൾ 8 രൂപ കഴിഞ്ഞ 9 മാസം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയതായിട്ട് കാണുന്നു. ഇനി 2024 കലണ്ടർ ഇയറിൽ, ഞാൻ ഫിനാൻഷ്യൽ ഇയർ അല്ല പറയുന്നത്, കലണ്ടർ ഇയറിലെ EPS നോക്കുകയാണെങ്കിൽ ഒരു ഷെയറിന് EPS ആയിട്ട് 11 രൂപയാണ് കമ്പനി 2024 നേടിയത്. IPO പ്രൈസ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് 38x കലണ്ടർ ഇയർ ബേസിസിൽ. അത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു. കാരണം പ്രത്യേകിച്ചും ഈ ഒരു രംഗത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. ഒരു ഡിയോപ്ലി ബിസിനസ്സാണ്. അത് 2 പേര് മാത്രമേ ഉള്ളൂ. ഇവരും IGI അമേരിക്ക മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എൻട്രി ബാരിയറാണ്. ഒരു കമ്പനി പുതുതായിട്ടൊരു സർട്ടിഫിക്കേഷന് വേണ്ടി വന്നാലും, ഈ ജമ്മും ഡയമണ്ട്സൊക്കെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു കമ്പനി വന്നാലും അതിൻ്റെ ഗുഡ്വിൽ, അത് നേടിയെടുക്കുന്ന ബ്രാൻഡ് ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾ ഓവർ ദ വേൾഡ് അംഗീകരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗുഡ്വിലും അത്രയും വിശ്വാസവും നേടിയെടുക്കേണ്ടതുണ്ട്. അത് നോക്കുന്ന സമയത്ത് എൻട്രി ബാരിയർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും അവരുടെ ഒരു വിശ്വാസം തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ 40% നെറ്റ് മാർജിൻ ഉണ്ട്. 20% റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് കമ്പനി കാണിക്കുന്നത്. കമ്പനിയുടെ ഗ്രോത്ത് എക്സ്ട്രീംലി ഇൻഡസ്ട്രി പ്രോസ്പെക്ട്സിനനുസരിച്ചിരിക്കും. അത് ഹൈലി അൺസർട്ടനുമാണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം ഒരു വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ സർട്ടിഫിക്കേഷൻ ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്, ഹൈലി അൺസർട്ടൺ ആണെന്ന് ഞാൻ പറയേണ്ടി വരും. പിന്നെ ലോങ് ടേം ഔട്ട്ലുക്ക് ഒരു നമുക്ക് അത്രമാത്രം ശോഭനമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പിന്നെ ആൾക്കാരുടെ അടുത്ത് പൈസയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡയമണ്ടൊക്കെ ഒരു വലിയൊരു കളക്ഷനൊക്കെ ആൾക്കാർ ഹോബിയൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആവുക. അപ്പം എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലെ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഗ്രോത്തിന് സാധ്യതകളുണ്ടോ എന്ന് വെച്ചാൽ ഒരു മോണിറ്ററി ഒരു മീഡിയം സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു യുണീക്ക് ബിസിനസ് മോഡലാണ് ഈ കമ്പനിയുടേത്. നല്ല മാർജിനുണ്ട്. IPO അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ വൈസും അട്രാക്റ്റീവാണ്. അപ്പം അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ലിസ്റ്റിംഗ് ഗെയിനോ അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ലാഭം എടുത്ത് മാറാവുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റോക്കായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെന്നുള്ളവർക്ക് തന്നെ പോർട്ട്ഫോളിയോയിൽ വർഷങ്ങളോളം വെച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വിറ്റ് ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂ വിറ്റ് ഒഴിവാക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കായിട്ട് തൽക്കാലം വേണമെങ്കിൽ നിങ്ങൾക്കൊരു IPO അപ്ലൈ ചെയ്യാൻ മതിയെങ്കിൽ അപ്ലൈ ചെയ്യാം. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എക്സിറ്റ് ചെയ്ത് മാറി വേറെ IPOയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോക്കുകളിലേക്ക് മാറ്റാം. ഒരു നിർബന്ധിത IPO അപ്ലിക്കേഷൻ ലോങ് ടേമിൽ വളരെ ഗ്രോത്ത് നൽകുന്ന ഒരു IPO ആണെന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. ആ ഒരു ബിസിനസ് മോഡലും അങ്ങനെയാണ്. ഇപ്പോഴത്തെ നിലവിൽ പ്രൈസിങ് വെച്ച് നോക്കുമ്പം അട്രാക്റ്റീവാണ്, മാർജിൻ വെച്ച് നോക്കുമ്പോൾ അട്രാക്റ്റീവാണ്. ആ ഒരു രീതിയിലൊക്കെ കമ്പനി ഷോർട്ട് ടേമിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലാതെ ലോങ് ടേമിലൊന്നും വലിയ സാധ്യത ഉള്ളതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ IPO നിക്ഷേപത്തിനുള്ള തീരുമാനം നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിനോടായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന എൻ്റെ മാത്രം വ്യൂ പോയിൻ്റാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകാം. ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കാര്യങ്ങൾ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ ഓഹരി വിപണിയിലെ നിക്ഷേപ സാധ്യതകൾ എപ്പോഴും നഷ്ടസാധ്യതയുണ്ട്. അതുകൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കും ഷെയറും ഒക്കെയാണ് ഞങ്ങളുടെ പ്രൊമോഷൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. എൻജോയ് യുവർ വീക്കെൻഡ്. ടിൽ ദെൻ ബൈ ബൈ.